കൊച്ചിയിലെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കുണ്ടന്നൂർ തേവര മേൽപ്പാലത്തിലെ കുഴിയടക്കൽ ജോലികൾ ഇന്നും തുടരും. മേൽപ്പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഇന്നും പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം റെഡിമിക്സ് സ്റ്റാർ മിശ്രിതമിട്ട് കുഴികൾ മൂടിയെങ്കിലും മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയാവുകയായിരുന്നു. ഇതോടെയാണ് പാലം അടച്ച് കുഴിയടക്കൽ ആരംഭിച്ചത്. വിവരങ്ങളുമായി അവിടെ നിന്നും റിയ ബേബി ചേരുന്നുണ്ട്. റിയ ബേബി, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് കുഴിയടക്കൽ പ്രവർത്തികൾ നടക്കുന്നതുകൊണ്ട് ഗതാഗതം കാര്യമായി തടസ്സപ്പെടും എന്ന് തന്നെ കരുതാമല്ലേ? എന്തൊക്കെയാണ് ആ പ്രദേശത്തിലുള്ളവർ ഈ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടത് എന്നുകൂടി നമുക്ക് പങ്കുവച്ചാൽ അവർക്കത് ഉപകാരമായേക്കും റിയ, അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലെ ജനങ്ങൾ ഇന്ന് നേരത്തെ തന്നെ അറിഞ്ഞതാണ് കുണ്ടന്നൂർ മേൽപ്പാലത്തിലെ കുഴിയടക്കൽ നടപടികൾ ഇന്ന് നടക്കുകയാണ്. പാലം പൂർണ്ണമായും അടച്ചുകൊണ്ട് ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ കുഴിയടക്കൽ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ടായില്ല. വാഹനങ്ങൾ നന്നേ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അതായി കാണുന്നത് പോലെ കുഴിയടക്കൽ ജോലികൾ മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ഇന്ന് വല്ലാതെ ബുദ്ധിമുട്ടും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ പാലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എളുപ്പത്തിൽ പശ്ചിമ കൊച്ചി, ഇടക്കൊച്ചി മേഖലയിലേക്ക് എത്താനും അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ കുണ്ടന്നൂർ ഭാഗത്തേക്കും വൈറ്റില ഭാഗത്തേക്കും ദേശീയപാതയിലേക്കും ഒക്കെ എത്താനുള്ള ഒരു എളുപ്പ മാർഗമാണ്. അതാണ് ഇന്ന് അടച്ചിരിക്കുന്നത്. കുട്ടികളടക്കം വലിയ ദുരിതത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മറ്റൊന്നുള്ളത്, ഈ നാളുകളായ ആളുകൾ അനുഭവിക്കുന്ന ദുരിതമാണ്. നമ്മൾ തന്നെ എണ്ണിയത് 183ഓളം കുഴികളാണ്. അപ്പോൾ ഈ കുഴികൾ താണ്ടി ജീവഭയത്തിലൊക്കെ ഇതിലൂടെ സഞ്ചരിക്കേണ്ട ഒരു ഗതിക്കൊരു അല്പം ആശ്വാസം ഉണ്ടാകുമെന്നത് മാത്രമാണ് ഈ ബുദ്ധിമുട്ട് സഹിക്കുമ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ, നല്ല രീതിയിൽ കുഴിയടക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രതീക്ഷ ആളുകൾക്കുണ്ട്. വലിയ രീതിയിലുള്ള ഗതാഗത സംവിധാനമാണ് ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ പാലം ഒഴിവാക്കിയ ആളുകൾ പോകണമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പശ്ചിമ കൊച്ചി ഭാഗത്ത് നിന്ന് കുണ്ടന്നൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ വെണ്ടൂരുത്തി പാലം വഴി MG റോഡിലേക്ക് എത്തണം. അവിടെ നിന്ന് പള്ളിമുക്ക് ജംഗ്ഷനിലെത്തി സഹോദരൻ അയ്യപ്പൻ റോഡിൽ പ്രവേശിച്ച് വൈറ്റില വഴി കുണ്ടന്നൂരിലേക്ക് പോകണം. അതാണ് ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണം. ഇടക്കൊച്ചി ഭാഗത്ത് നിന്ന് കുണ്ടന്നൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ കണ്ണങ്ങാട്ട് പാലം കയറി ദേശീയപാതയിലെത്തി അലക്സാണ്ടർ പാലത്തിലൂടെ തേവര ഫെറി ജംഗ്ഷനിലെത്തണം. അവിടെ നിന്ന് വീണ്ടും പണ്ഡിറ്റ് കറുപ്പൻ റോഡ് കയറി MG റോഡിലെത്തി സഹോദരൻ അയ്യപ്പൻ റോഡ് വഴി വൈറ്റില ഭാഗത്തേക്ക് എത്തണം. അതായത് MG റോഡും വൈറ്റില ഭാഗത്തൊക്കെ ഇന്ന് ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്നതാണ് ചുരുക്കം. തൃപ്പൂണിത്തുറ കുണ്ടന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ സമാനമായി തന്നെ വൈറ്റില ജംഗ്ഷനിലെത്തി വേണം തിരിഞ്ഞു പോകാൻ. അതാണ് ഗതാഗത നിയന്ത്രണമായി പകരം സംവിധാനമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും ട്രാഫിക് ഉദ്യോഗസ്ഥരൊക്കെ ഈ വൈറ്റില ഭാഗത്തും തേവര ഭാഗത്തും ഒക്കെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഇന്ന് ചുറ്റിക്കറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൗൺസിലർ ഒപ്പം ചേരുന്നുണ്ട്. ഇത് മാസങ്ങൾക്ക് മുമ്പ് ഈ പാലം പൂർണ്ണമായും അറ്റകുറ്റപ്പണി നടത്താനുള്ള ടെൻഡർ പാസ്സായതാണ്. പക്ഷേ ദേശീയപാത അതോറിറ്റി കണ്ണടച്ചു നിന്നു. ഇപ്പോൾ ഇത് ആളുകൾ ഇങ്ങനെ ദുരിതത്തിലാണ്. ഇതുകൊണ്ടെങ്കിലും പരിഹാരം ഉണ്ടാകുമോ? അതായത് ഇത് നിൻ്റെ വർക്ക് ആരംഭിച്ചതാണ്. എന്നാൽ പെട്ടെന്ന് വന്നുള്ള അടാവിടെ മഴയും അതിനെ തുടർന്നുകൊണ്ട് വർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് കോൺട്രാക്ടർ ആ സമയത്തിൽ വർക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. എന്നാൽ നമ്മുടെ ഈ കുണ്ടന്നൂർ തേവര പാലം വളരെ ഹെവി വെഹിക്കിൾ, അതായത് കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതും ധാരാളം ആളുകൾ ഈ വീട്ടിൽ സഞ്ചാരയോഗ്യമായ ഒരു റോഡാണ്. എന്നാൽ ആ റോഡ് ഇപ്പോൾ നമുക്ക് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ വലിയ ഗർത്തങ്ങളായി മാറിയിരുന്നു. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ജനങ്ങളുടെ പ്രക്ഷോഭണം ഉണ്ടായി. തുടർന്ന് ഇത് നമ്മൾക്ക് വീണ്ടും ഇത് ഏതെങ്കിലും തരത്തിൽ യാത്രായോഗ്യമാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം റിപ്പയറിങ് വർക്കാണ്, അതായത് നമ്മൾ അറ്റകുറ്റപ്പണിയാണ് ആരംഭിച്ചിട്ടുള്ളത്. നാളെയാണ് തുറന്നു കൊടുക്കുക. നാളെ തുറന്നു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല, 2 ദിവസം കൊണ്ടെങ്കിലും ഇത് തുറന്ന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ കുറേ ചുറ്റും ആളുകൾ ഇന്ന് ആളുകൾ ചുറ്റി സഞ്ചരിക്കുകയാണ്. അതായത് നമ്മൾക്ക് 1 കിലോമീറ്റർ, ഈ പാലത്തിൻ്റെ ലെങ്ത് 2 കിലോമീറ്ററാണ്. ഈ 2 കിലോമീറ്റർ കടന്നു വരുന്ന ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് ആളുകൾ 8-6 കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും. ഈ അറ്റകുറ്റപ്പണി വളരെ ബലവത്തതായിട്ടുള്ളതല്ല. 2 മാസത്തിന് ശേഷം ഈ പൂർണ്ണമായിട്ട് ഇത് പൊളിച്ചുകൊണ്ട് അത് മറ്റു നവീന രീതിയിൽ ഈ റോഡ് യാത്രായോഗ്യമാക്കും. ടാർ ചെയ്തപ്പം 5 ദിവസം കൊണ്ട് പൊളിഞ്ഞു. ഇതിപ്പോൾ നിൽക്കുമോ 2 മാസം? ഇതിപ്പോൾ 2 മാസത്തേക്ക് നിൽക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ വർക്കിൻ്റെ ഫലം അത്രയേ ഉള്ളൂ. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ ഹെവി വെഹിക്കിളുകൾ നടന്നാൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. 2 മാസം നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ജനങ്ങൾക്ക് വർക്ക് യോഗ്യമായ രീതിയിൽ പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
മോത്തി, എന്തായാലും കൊച്ചി നഗരത്തിലേക്ക് വരുന്ന വൈറ്റില കുണ്ടന്നൂർ റോഡിലൂടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഈ പാലം ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. വൈറ്റില ജംഗ്ഷനിൽ നിന്ന് MG റോഡിലേക്ക് പോകുകയോ അല്ലെങ്കിൽ തേവര ജംഗ്ഷൻ വഴി ചുറ്റി വൈറ്റില ജംഗ്ഷൻ വഴി കുണ്ടന്നൂരിലേക്ക് പോവുകയൊക്കെയാണ് ആളുകൾ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി 2 മാസം കഴിയുമ്പോൾ പാലം പൂർണ്ണമായും അടച്ച് ടാറ് കുത്തിപ്പൊളിച്ച് വീണ്ടും റീടാറിംഗ് നടത്തുകയാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്ന മാർഗം. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു മേൽപ്പാലം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി മാറിയതെന്നതാണ് കരാറുകാർക്കെതിരെയുള്ള വിമർശനമായി നാളുകളായി ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല, മഴയൊക്കെ പെയ്യും ജൂൺ ജൂലൈ മാസത്തിലെന്ന് അറിയാത്ത കരാറുകാരാണോ ഇവർ? നേരത്തെ ടെൻഡറൊക്കെ പാസ്സായി, തുക പാസ്സായിട്ടും ഇത്രയും നാൾ കാത്തു നിന്നത് എന്തിനാണ് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ടാറിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. നേരത്തെ അറിയിച്ചത് പ്രകാരമാണെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് പാലം തുറന്നു കൊടുക്കും. ആളുകൾക്ക് ഇതിലൂടെ പോകാം. കുറച്ച് ദിവസമെങ്കിലും കുഴിയില്ലാതെ ഈ റോഡിലൂടെ സഞ്ചരിക്കാം. പക്ഷേ ഇന്നും രാത്രിയും നാളെ രാവിലെ വരെയും ആളുകൾ ഒന്ന് ചുറ്റിക്കറങ്ങി പോകേണ്ടി വരും.